മർക്കോസ് 14:36. അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നതത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ഗത്സേമന എന്നു പേരുള്ള തോട്ടത്തിൽ യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുവന്നു പ്രാർത്ഥിക്കുവാനായി. യേശുവിൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി. യേശു പിതാവിനോട് പ്രാർത്ഥിച്ചതാണ് നാം ഇവിടെ വായിച്ചത്. പുത്രന് പിതാവിലുണ്ടായിരുന്ന വിശ്വാസം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ പിതാവിന് സകലവും കഴിയുമെന്ന വിശ്വാസം. നമുക്ക് മാതൃകയായി ജീവിച്ച ദൈവപുത്രൻ അതിദുഃഖത്തിനിടയിലും താൻ അനുഭവിക്കുവാൻ പോകുന്ന അതിവേദന അറിഞ്ഞിട്ടും ഒന്നും പരാതിയായി തൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നില്ല. താൻ പരാതി പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ മാതൃക പിന്തുടരുവാൻ സാധിക്കില്ലായിരുന്നു. നമ്മുടെയും വിശ്വാസം സകല ദുരിതങ്ങളുടെയും വേദനകളുടെയും നടുവിൽ ഉറപ്പുള്ളതായിരിക്കട്ടെ. പിതാവിനോട് പുത്രൻ ഒരപേക്ഷ അപേക്ഷിക്കുകയാണ്, ഈ പാനപാത്രം നീക്കണമേ എന്ന്. ഒരിക്കലും അതൊരു ഡിമാൻഡായിരുന്നില്ല, ഓർഡർ ആയിരുന്നില്ല, അപേക്ഷയായിരുന്നു. നമുക്കും കർത്താവിനോട് അപേക്ഷിക്കാം. അതിലൂടെ നമ്മുടെ താഴ്മ വെളിപ്പെട്ടു വരുവാൻ കാരണമായി തീരും. താഴ്മയുടെ മാതൃകയായ കർത്താവിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. അവസാനമായി പിതാവിനോട് പറഞ്ഞത്, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ എന്നാണ്. പിതാവിൻ്റെ ഇഷ്ടത്തിന് മുൻപിൽ തൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം സമർപ്പിച്ചവൻ, തൻ്റെ ഇഷ്ടത്തിനൊരല്പം പോലും പ്രാധാന്യം നൽകാതെ പൂർണ്ണഹിതം ദൈവത്തിൻ്റേത് നടക്കുവാനായി പ്രാർത്ഥിച്ച പുത്രൻ. നമ്മുടെ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ മാതൃകയായി യേശു കർത്താവ് മുൻപിൽ നിൽക്കുകയാണ്. തൻ്റെ പിതാവിനോട് ചോദിച്ചിരുന്നുവെങ്കിൽ പിതാവ് വിടുവിക്കുമായിരുന്നു. എന്നാൽ ദൈവിക വിളിയുടെ പൂർത്തീകരണത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. സമർപ്പണമുള്ള ജീവിതം. ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഹൃദയവേദനയുടെയും ഒക്കെ നടുവിൽ നമുക്കിതുപോലെ വിശ്വസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമർപ്പിക്കുവാനും സാധിക്കണം. യോഹന്നാൻ 5:30 ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം നമ്മെയും ഒരു ദൈവിക പദ്ധതിയുമായിട്ടാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനില്ല. എബ്രായർ 5:7 ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു. ഭയഭക്തി മുഖാന്തരം മറുപടി ലഭിച്ചപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മറുപടിയായിരുന്നു അത്, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. നമുക്കും വിശ്വാസത്തോടെ ഭയഭക്തിയോടെ സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം വലിയവ ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ പുത്രനെ പോലെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.